ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ബസ് സിമുലേറ്റർ ഇന്ത്യയിലാണ്. അപ്പം നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം പിന്നീട് നമ്മൾ ബസ് സിമുലേറ്റർ ഇന്ത്യയിലോട്ടേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതിൽ ഓരോ ഫീച്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് പോരാൻ കഴിയാത്ത രീതിക്കായിട്ടുണ്ട് ഗൈസ്. എന്ത് ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ മാപ്പ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിലാണ്. സ്ഥിതിക്ക് നമുക്ക് ഇങ്ങോട്ട് പോരാതെക്കാൻ കഴിയില്ല ഗൈസ്. പിന്നെ നമ്മളെ ക്രൂസർ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ എന്താ ഗ്രാഫിക്സ് മാറ്റിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രാഫിക്സ് മാറ്റി, അതുപോലെ ലിപ്പിൻ്റെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ TRO എന്നില്ല, ഇത് ഇപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ TRO എന്നില്ല സംഭവം കൂടി നമ്മൾ ആഡ് ചെയ്യും. പക്ഷെ നമ്മൾ മറന്നുപോയാണ് ഗൈസ് ചെയ്യാൻ. ഇപ്പോൾ ഏതായാലും നമുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെറുക്കൻ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇനി ചെറുക്കനെടുത്ത് നമ്മളെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കറളി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വീട്ടിലാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് നേരെ നമ്മളെ ഷെഡിൽ വരുന്ന നല്ല നൈറ്റാണ്. അപ്പോൾ നൈറ്റിൽ തന്നെ പുറപ്പെടാൻ ഇന്നൊരു ചെറിയൊരു സർപ്രൈസ് കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ മെയിൻ സർപ്രൈസ്, ഒരുപാട് സർപ്രൈസുകളുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ചെറുക്കനെ എടുത്തിട്ട് നേരെ നമ്മളെ ഷെഡിലേക്ക് പോയേക്കാം ഗൈസ്. നമ്മളെ ചെറുക്കനെ നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുക്കൻ നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നല്ല വഴിക്ക് നോക്കിയാനായിട്ട് ഇറക്കിയേക്കാം. വണ്ടികളൊക്കെ ഒന്ന് പോകണ്ടേ പോയിക്കോട്ടെ ഗൈസ്. അപ്പോൾ ആ വണ്ടികളൊക്കെ ഒന്ന് പോട്ടെ. എന്നിട്ട് നമുക്ക് നൈസിൽ നല്ല വണ്ടികൾ ഇറക്കാം. അപ്പോൾ ഒരു ഇതുണ്ട്, നമുക്ക് നേരായിട്ട് ഇറക്കിയേക്കാം. അപ്പോൾ നൈസിന് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ അങ്ങോട്ട് എടുത്ത് പോയേക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് നേരെ കാണാം. കറൻലി നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് നമ്മളെ ഷെഡിലാണ് ഗൈസ്. അപ്പോൾ റിവേഴ്സിലായി പോയി ഗൈസ്. അപ്പോൾ അത് റിവേഴ്സ് കയറി മാറാത്ത ഗൈസ്. അപ്പോൾ അതാണ് റിവേഴ്സ് ഗിയർ മാറിയത്. അപ്പോൾ നമുക്ക് നേരെ കറൻലി നമ്മളെ ഷെഡിക്ക് നേരെ വണ്ടി ചെറുക്കനെ അങ്ങോട്ട് കയറ്റിയേക്കാം. ഒരുപാട് കാലമായി നമ്മളെ ക്രൂസറൊക്കെ ഷെഡിനെ കണ്ടിട്ട് ഗൈസ്. കാരണം നമ്മളിവിടെ ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ അതാണ് പ്രശ്നം. ഏതായാലും നമുക്ക് ചെറുക്കനെ നേരെ ഇവിടെ പാർക്ക് ചെയ്തേക്കാം. നമുക്ക് നേരെ ഇറങ്ങിയേക്കാം. വണ്ടി നമ്മൾ തിരിച്ചാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് ഗൈസ്. അപ്പം വേറെ എന്തല്ല ഗൈസ്, നമ്മൾ ചെറുക്കനെ പോണത് എല്ലാവരും കാണണം ഗൈസ്. പോകുമ്പോൾ എല്ലാവരും നമ്മളെ ചെറുക്കനെ കാണണം. അപ്പോൾ ഇന്ന് നമ്മളെ ബാക്കിലാണ് നമ്മൾ ഹൈലൈറ്റ് സാധനം കിടക്കുന്നത് ഗൈസ്. നമുക്ക് നേരെ പോയിട്ട് സാധനം എടുത്ത് കാണാം. ദലീമുവനെ കണ്ട് ഗൈസ്. നമ്മളെ ഡ്രൈവറാണ്, വണ്ടിയിലെ ഡ്രൈവേഴ്സാണ്. അപ്പോൾ സ്കൂൾ കുട്ടിയൊക്കെ ഈ സമയത്ത് ട്രിപ്പ് പോണ്, നൈറ്റ് കഴിയാനായിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ട്യൂഷനൊക്കെ ഉണ്ടാവാൻ മതി. അപ്പോൾ നമുക്ക് നമ്മൾ ഹൈലൈറ്റ് സാധനം എടുത്ത് നേരെ പോയേക്കാം. പോയിട്ട് കണ്ടേക്കാം ഗൈസ്. അപ്പോൾ ഐറ്റം നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലാണ് കിടക്കുന്നത് ഗൈസ്. ചെറിയ ലാഗ് അടിക്കുന്നത് എന്തിനാന്ന് നമുക്കറിയില്ല ഗൈസ്. ഏതായാലും നമ്മൾ ഐറ്റം ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. ഇന്നത്തെ ഐറ്റം ഇവനാണ് ഗൈസ്. അപ്പം ഒരു ഭാരതവൻസിൻ്റെ നമ്മളെ ഗ്ലൈഡറാണ് ചെറുക്കൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട് സ്പെയിൻ കപ്പ് അടിച്ച്. അതുകൊണ്ട് സ്പെയിൻ്റെ വർക്ക് നമ്മൾ വണ്ടി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബാക്ക് നമ്മൾ സ്പെയിൻ്റെ ഒരു കളർ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം ഗ്രാഫിക്സ് തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്പെയിനാണ് കേട്ടോ ഗൈസ്. നമ്മൾ അർജൻറ്റീന ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അർജൻറ്റീനൻ്റെ ഓരോ പരിപാടി കണ്ടപ്പോൾ നമ്മൾ നേരെ സ്പെയിനിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ആരൊക്കെ സ്പെയിൻ ആരൊക്കെ അർജൻറ്റീന എന്നൊക്കെ നിങ്ങൾ നേരെ പോയി കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പം നമ്മളെ വണ്ടിക്കിട്ട പേര് റൂട്ടി എന്നാണ്. അപ്പം നേരെ ചെറുക്കനടുത്ത് നിന്ന് ട്രിപ്പ് ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ബാംഗ്ലൂർ വരെ പോകാനുണ്ട്. അപ്പോൾ ഏത് വണ്ടി എടുത്ത് പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മൾ. അപ്പോഴാണ് നമ്മളെ ചെറുക്കൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇന്ന് ബാംഗ്ലൂർക്ക് ട്രിപ്പില്ല കാര്യം നമ്മൾ ആലോചിച്ചു. അപ്പോൾ നമുക്ക് ചെറുക്കനടുത്ത് പോകാം. അതാണ് ചെറുക്കൻ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഡ്രൈവേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ചെറുക്കനിൽ ട്രിപ്പ് പോകാൻ വിചാരിച്ച്. ഏതായാലും നമുക്ക് ഇന്ന് നേരെ ട്രിപ്പിലേക്ക് കിടക്കാം. ഈ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാനും വേണ്ടി കയറിയാണ്. നമുക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെറുക്കനെ ട്രിപ്പ് എടുക്കാനായിട്ടുണ്ട്. പാസഞ്ചേഴ്സ് ഇവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പം നമ്മൾ ചെറുക്കനെ പോയി നേരെ പോയിട്ട് എടുക്കുക. എന്നിട്ട് നേരെ ട്രിപ്പിന് വേണ്ടി കൊണ്ടുവരികയാണ്. ഏതായാലും ചെറുക്കൻ ഇവിടെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് കഴിച്ച് നമ്മളെ ഗ്ലൈഡർ. അപ്പോൾ ഗ്ലൈഡറിൻ്റെ ഗ്രാഫിക്സ് എത്ര പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. എനിക്കതായാലും പേഴ്സണലി നല്ല എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുക്കനെ എടുക്കാം. ചെറുക്കനെ പോയി കൊണ്ടുപോവുകയാണ് ഗൈസ്. അപ്പം വണ്ടിയിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഭാരതവൻസ് ട്രിപ്പിന് വേണ്ടി കൊണ്ടുപോകണത്. ഏതാണ്ട് നമുക്ക് അവിടെയൊക്കെ എത്തിയിട്ട് മെയിനായിട്ട് കാണാം. അവസാനം നമ്മൾ ഏതവനാണ് വണ്ടിയൊക്കെ എടുത്ത് പോകണം. ഒരു ബസ് വരുന്ന കണ്ടില്ല മോനെ, എന്നെ കണ്ണില്ലാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇങ്ങനെ അവസാനം നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡാണ് നമുക്ക് അപ്പുറത്താണ്.
അപ്പോൾ അതിലങ്ങനെ കറങ്ങിയൊക്കെ ചെല്ലേണ്ടി വരും ഗൈസ്. അപ്പോൾ നമുക്ക് നൈസിന് കറങ്ങി അങ്ങോട്ട് പോവാം. അപ്പം അതിലങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് പോകണം. അല്ലാത്തൊരു അപ്പോൾ നമുക്ക് നൈസിന് കറങ്ങി നൈസിന് അങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് പോകണം ഗൈസ്. അപ്പോൾ ഏതായാലും അങ്ങനെ അവസാനം നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഏതായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞാണ് വന്നിട്ടുള്ളത് ഗൈസ്. നമ്മൾ തന്നെ ഓവർ ലോങ്ങിലാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ റോങ് സൈഡാണ് വന്നത്, റോങ് സൈഡിൽ പോയി ഗൈസ്. നമ്മൾ വന്ന വഴിയൊന്നും റോങ് സൈഡായി പോയി. കുഴപ്പമില്ല. ഏതായാലും നമ്മൾ അവസാനം ആൾക്കാരെ ഇറക്കുന്നുണ്ട്. എന്തോ ബഗ്ഗാണ് ഗൈസ് ആൾക്കാർ ഇറങ്ങുന്നത് കാണാത്തത്. ഏതായാലും നമുക്കിനി നമ്മളെ ചെറുക്കനെ കൊണ്ടുപോയാണ്ട് കൈകി വൃത്തിയാക്കി നമുക്ക് ഇനി വർക്ക്ഷോപ്പ് ഈ വണ്ടി നമ്മളെ നേരെ താഴോട്ട് പോവും. നമുക്ക് നമ്മളെ ചെറുക്കനെ പോയി കാണാം. അപ്പോൾ ഏതായാലും ബാംഗ്ലൂർ പ്രകാശ് ഏറ്റവും പോകുന്നുണ്ട്. അപ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ടാവും. ബസ് അങ്ങനെ എന്തായാലും ഇതാണ് നമ്മളെ ഐറ്റം. ഒരു ബ്ലാക്ക് വണ്ടിയാണ് ഗൈസ്. അപ്പം വണ്ടിയാണ് ചെറിയ സസ്പെൻസായിട്ടാണ് കാണിക്കുന്നത്. വണ്ടി ഏത് ബോഡിയാണെന്ന് പോലും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ പ്രകാശിലാണ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ എന്താന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങളൊരു ചെറിയൊരു ഇതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് എന്താ സംഭവം എന്നൊക്കെ ഞാൻ കത്തിച്ചെടുത്ത് തരും. ഏതായാലും അടുത്ത വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.